എ ഗട്ട് ഹെൽത്ത് അഫക്റ്റിംഗ് യുവർ ഓവറോൾ വെൽബീയിങ്. അതായത് ഒരേപോലെ ശാരീരികവും മാനസികമായ സമ്പൂർണ്ണ ആരോഗ്യത്തിന് ആരോഗ്യമുള്ള ഒരു കുടലിൻ്റെ പങ്ക് വളരെ വലുതാണ്. എങ്ങനെയാണെന്നല്ലേ? അതിലേക്ക് പോകും മുമ്പ് എന്താണ് ഗട്ട് മൈക്രോബിയം എന്നറിയണം. ഞാൻ ഡോക്ടർ അരുൺദാസ് വെളിയത്ത്. ഗട്ട് മൈക്രോബിയം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റേണൽ എക്കോസിസ്റ്റത്തിലുള്ള, അതായത് ആന്തരിക ജൈവ വ്യവസ്ഥയിലുള്ള സൂക്ഷ്മജീവികളുടെ ഒരു കൂട്ടത്തെയാണ്. ഈ മൈക്രോബയോമിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ നിരവധി സൂക്ഷ്മജീവികളുണ്ട്. ഇവർക്കെല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. ചിലർ ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അതായത് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇവ തമ്മിൽ ഒരു സമന്വയത്തോടെ ഹാർമോണീസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന് അനിവാര്യമായിട്ടുള്ള പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാന്യങ്ങൾ തുടങ്ങിയവ. ഇവ ഈ മൈക്രോ ഓർഗാനിസംസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ട സൂപ്പർ ഹീറോസ് ആണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ദഹന പ്രക്രിയയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ജീവനോട് കൂടിയ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. ഇവ നമ്മുടെ ശരീരത്തിലെ ദുഷ്ട ബാക്ടീരിയകളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ദഹനം പ്രോപ്പറായിട്ട് നടത്തി പോഷകങ്ങൾ കറക്റ്റായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രോബയോട്ടിക്സ് സാധാരണയായിട്ട് ഫെർമെന്റഡ് ആയിട്ടുള്ള, അതായത് പുളിപ്പിച്ച ഭക്ഷണത്തിൽ ധാരാളമായി കാണുന്നു. അതായത് തൈര്, മോര്, ഇഡലി, പനീർ, ദോശ എന്നീ ഇങ്ങനെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങളിലെല്ലാം ഈ പ്രോബയോട്ടിക്സ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. സോ ഈ ഗട്ട് മൈക്രോബിയോമിനെ, അതായത് കുടലിലെ ഈ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിച്ചാൽ അത് ഒരാളുടെ ദഹനത്തെ മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനെയും കാര്യമായി ബാധിക്കുന്നു. അതെങ്ങനെയാണെന്നും ഈ ഗട്ട് ഹെൽത്തും മെൻ്റൽ ഹെൽത്തും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്നും നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിലേക്ക് വേണ്ട രീതിയിൽ സിഗ്നൽസ് എത്തിക്കുന്ന ബ്രെയിൻ കെമിക്കൽ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉറക്കം, വിശപ്പ്, മൂഡ്സ്, മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഈ സെറട്ടോണിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കോമൺ ആയിട്ട് ഫീൽ ഗുഡ് എന്നറിയപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറട്ടോണിൻ. കാരണം ഒരു മനുഷ്യന്റെ ശാന്തതയും സന്തോഷവും തീരുമാനിക്കുന്ന പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറട്ടോണിൻ. കൂടുതൽ ആളുകളും സെറട്ടോണിനെ ബ്രെയിനുമായിട്ടാണ് കണക്ട് ചെയ്ത് പറയാറുള്ളത്. ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് വിഷാദ രോഗം എന്ന് പറയുന്നത്, അതായത് ഡിപ്രഷൻ. എല്ലാവരും ഡിപ്രഷന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്? ആന്റി ഡിപ്രസൻസ് എടുക്കുന്നു. ഈ ആന്റി ഡിപ്രസൻസ് എന്താണ് ചെയ്യുന്നത്? ബ്രെയിനിലുള്ള ബ്രെയിൻ കെമിക്കൽസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ സെറട്ടോണിന്റെ കേസിൽ 95% സെറട്ടോണിനും ഗട്ടിന്റെ എൻട്രിക് സിസ്റ്റത്തിലാണ് ഉൽപ്പാദിക്കപ്പെടുന്നതും അതുപോലെ തന്നെ സംഭരിക്കപ്പെടുന്നതും. ഇതിലൂടെ സയന്റിസ്റ്റുകൾ ഗട്ട് മൈക്രോബിയം, അതായത് കുടലിലെ ബാക്ടീരിയയും മറ്റ് ജീവാണുക്കളും സെറട്ടോണിന്റെ ഉൽപ്പാദനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഹെൽത്തി ആയ ഒരു ഗട്ടിന് ആവശ്യമായ ബാക്ടീരിയകളുടെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന പ്രോബയോട്ടിക്സ് ഫുഡുകൾ ധാരാളമായി കഴിക്കുമ്പോൾ ഈ പ്രോബയോട്ടിക്സ് സെറട്ടോണിൻ്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി സെറട്ടോണിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിഷാദത്തിൽ നിന്നും ഈ പറഞ്ഞ ഒരു മൂഡ് സ്വിങ്സിൽ നിന്നെല്ലാം നമുക്ക് ഒരു പരിധിവരെ ഒരു ശമനം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റുകൾ ഇന്ന് ഈ പ്രോബയോട്ടിക്സ് ഫുഡിനെ സൈക്കോബയോട്ടിക്സ് എന്നും വിളിക്കുന്നുണ്ട്. ഒരിക്കലും ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത്. ഈ ഡിപ്രഷൻ കേസിൽ അതിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മളൊരു ഡിപ്രഷൻ കേസിൽ ചെയ്യേണ്ടത്. അതുകൂടാതെ നമ്മുടെ ഗട്ട് ഹെൽത്തിയായി വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഈ പറഞ്ഞ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. ഗട്ട് ബ്രെയിൻ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വിശപ്പ്, സ്ട്രെസ്, ഉറക്കം, വേദന തുടങ്ങിയവയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗട്ടിന് സെക്കൻഡ് ബ്രെയിൻ എന്നും വിളിപ്പേരുണ്ട്. സോ ആരോഗ്യമായ വൈവിധ്യമാർന്ന ഗട്ട് മൈക്രോബിയോം നല്ല മാനസികാരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. വെലീത് ഹോമിയോപ്പതി, on a mission to cure.